എന്റെ വേളാങ്കണ്ണി മാതാവേ, ഈ പണപ്പെട്ടി നന്നായിട്ട് നടക്കണേ, കാര്യമായിട്ട് അനുഗ്രഹിക്കണേ. മുതലാളി മുതലാളി ഇന്നും യാ കാണുന്നില്ല. ഈ എടുത്തുകൊണ്ട് പോകുന്ന അലവലാതിയൊക്കെ കയ്യും കാലും പിടിച്ച് എന്റെ അടുത്ത് വരും. പരീക്ഷയ്ക്ക് പണവും ചോദിച്ചു. അറക്കണ പലിശയല്ലേ മുതലാളി? അറക്കൽ ഫൈനാൻസിന് പകരം അറക്കൽ ഫൈനാൻസ് മതി. പോയി ശരിയാക്കടാ. നമസ്കാരം. എന്താടോ, പണ്ടോ ആധാരോ? ഞാൻ താമരാക്ഷൻ പിള്ളയുടെ കാര്യത്തിന് വന്നതാ. വാ വാ. താമരാക്ഷൻ പിള്ളി പറമ്പ് നിറഞ്ഞു നിൽക്കാൻ തുടങ്ങിയിട്ട് മാസം താമരാക്ഷൻ പിള്ളയെ പീസ് പീസാക്കി മാർക്കറ്റിൽ എത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഒന്ന് കണ്ടോട്ടെ. അതെ, ഇനി ഇതിന്റെ ഓണർ വന്നു വല്ല പ്രശ്നം ഉണ്ടാക്കുവോ? എന്ത് ഓണർ, ഏത് ഓണർ, എവിടത്തെ ഓണർ? അവരിപ്പോ എവിടെയാണെന്ന് മുകളിലിരിക്കുന്നതിന് മാത്രമേ അറിയൂ. അങ്ങനെ മുകളിലിരിക്കുന്നവന് മാത്രം അറിയാന്ന് പറയരുത്. എനിക്കറിയാമായിരുന്നെങ്കിലേ ഞാൻ അങ്ങേരം പ്രതിഷ്ഠിന്റെ മുകളിൽ താമസിക്കും ഒരാഴ്ചയായിട്ട്. ഒരു മിനിറ്റ്, ഇയാൾ ആരാ? ഈ ബസിന്റെ മുതലാളിയുടെ അച്ഛന്റെ അടുത്ത ബന്ധുവാ ഞാൻ. സുന്ദരൻ, കളിയാക്കണ്ട. ഇങ്ങനെ വെയിൽ കൊണ്ട് കോലം കടയേണ്ട ആളല്ല ഞാൻ. അങ്ങ് ദുബായിൽ ഷെയ്ഖിന്റെ അണ്ടറിൽ കഴിയേണ്ടവനാ. മുതലാളി ആയിരിക്കും. ബെൻസിലോ? ബെൻസിൽ വരണമെങ്കിലേ അവന് 7 ജന്മം ജനിക്കണം. കണ്ടോ, കണ്ടില്ലെങ്കിൽ കണ്ടോ, ഇന്നലെ വരെ പിച്ചക്കാരനായിരുന്ന മുതലാളി ഇന്ന് പണക്കാരനായി ആവേശത്തിന് തിരിച്ചു വന്നിരിക്കുന്നു. സുന്ദര, ലിഫ്റ്റ് തന്നേനെ താങ്ക്സ്. ചായ കുടിക്കാൻ എന്തെങ്കിലും? ഒന്നും വേണ്ട. അല്ല, എനിക്കെന്തെങ്കിലും തന്നിരുന്നെങ്കിൽ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലേ, ഗിഫ്റ്റ് ആയിട്ട് തന്നാലും മതി. ഒന്ന് പോടോ. അല്ല, സൂക്ഷിച്ചൊക്കെ പോണേ, ഓപ്പോസിറ്റ് പാണ്ടിലോറ് വരുന്നതാ. ഉണ്ണികൃഷ്ണ, ആ ക്യാഷ് എടുത്ത് എല്ലാം നാട്ടിലേക്ക് തള്ളു. ആക്രാന്തം തീരട്ടെ. എടാ, നമ്മുടെ വണ്ടി പൊളിക്കാൻ പോണേരുന്നടാ. സുന്ദര, സ്റ്റോപ്പ്. കാശ് തരാൻ സ്വല്പം വൈകിയെന്ന് കരുതി ദ്രോഹിക്കരുത്. എങ്ങനെ മനസ്സ് വന്നു ഇത്ര മനോഹരമായി ഈ വണ്ടി തല്ലിപ്പൊളിക്കാൻ? പോടോ. എന്റെ അവറ മുതലാളി, എന്റെ അച്ഛന്റെ ഓർമ്മയ്ക്കായുള്ള ലാസ്റ്റ് എവിഡൻസ് ആണ് ഈ ബസ്. അതിൽ തുടരുത്, എന്നെയും തുടരുത്. സോറി. രൂപ താടോ. രൂപ? മുതലാളിക്കുന്ന രാവിലെ ഞാൻ 10,000 രൂപ. 10,000 10,000 ഉള്ളത് കണ്ടിട്ട് വണ്ടി എടുത്തിട്ട് പോടും. അല്ല, തരണോന്നുള്ള ആഗ്രഹമായിട്ട് വന്നാണ്, പക്ഷെ കിട്ടണ്ടേ. ആഹാ, അപ്പൊ ഒന്നും ഇല്ലാതാണ് കയറി വന്നതല്ലേ? പലിശയെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചു. നോക്കി നിൽക്കാനും പൊളിക്കാം. മുതലാളി ഇൻസൾട്ട് ചെയ്യരുത്. പട്ടിണി കിടന്നപ്പോ പോലും ഞാൻ ചെയ്യാത്തൊന്നുണ്ട്. ഇനി എനിക്ക് മേലും കീഴും സുന്ദര വിടറാ. അരഞ്ഞാണോ? എനിക്ക് 3 വയസ്സുള്ളപ്പോ മുത്തച്ഛൻ എന്റെ അരയെ കിട്ടിയതാ. എടുത്തു. ഇതെന്താ ചരട്? 3 വയസ്സുള്ളപ്പോ എന്റെ അരവണ്ണം ദേ ഇത്രേ ഉള്ളൂ. ഞാൻ വളരുന്ന അനുസരിച്ച് ചരട് വെച്ച് എക്സ്റ്റെൻഡ് ചെയ്തതാ. തൽക്കാലം മുതലാളി ഇതെടുത്തിട്ട് എന്റെ വണ്ടി ഒന്ന് വിട്ടതാ. ഞാൻ എവിടെയെങ്കിലും പോയെന്ന് രക്ഷപ്പെടട്ടെ. അപ്പൊ ബാക്കി തരാം. എന്ന്? ഫെബ്രുവരി 30-ാം തീയതി. അതെ, അങ്ങനെ ഒരു ഡേറ്റ് ഉണ്ടെങ്കിൽ തന്നിരിക്കും. ഓക്കെ, വണ്ടി എടുത്തു പോയിക്കോ. സുന്ദര, വണ്ടി കയറാ. എടുത്ത് മാറ്റടാ ഇയാടാ. അപ്പൊ ഫെബ്രുവരി 30. ഫെബ്രുവരി 28 ഉള്ളേ. കുറെ നാളായി നിന്നെ കൈ കിട്ട കാത്തിരിക്കുകയായിരുന്നു ഞാൻ. നിനക്ക് കറണ്ട് തന്നെ വേറൊന്നും കണ്ടില്ലല്ലേ? എന്റെ പാസ്പോർട്ട് തന്നെ വേണമായിരുന്നല്ലേ? ഉണ്ണി, എന്താ? അവൻ ഇവിടെ ഇരിപ്പുണ്ട്. ആര്? എലി. എന്റെ പാസ്പോർട്ട് കറണ്ട് ചെയ്യുന്നില്ലേ? എവിടെ? ഷെൽഫിന്റെ അകത്ത്. സുന്ദര, നീ എന്തേ കാണിക്കുന്നേ? തരാടാ. എടാ, ഇപ്പൊ സിഗല്ലാവുന്ന്. സുന്ദര, അത് മിസ്സായി. നിക്കാനേ പറഞ്ഞു. സിഗല്ലായി. പോയി. വണ്ടി എടുക്കടോ. ഇങ്ങോട്ട് എടുക്കടോ. ഈശ്വര, ദേ വരുന്നു. സാറിനും കുട്ടികൾക്കെല്ലാം സുഖം തന്നെയല്ലേ? താൻ എന്തോ ഉണ്ടാക്കുവാടോ? അയ്യോ, വണ്ടി എടുത്ത് മാറ്റോ. എടുത്തു മാറ്റാൻ എനിക്ക് ആഗ്രഹമില്ലഞ്ഞിട്ടല്ല സാർ. വണ്ടി പിന്നെ ന്യൂട്രലിലാ കിടക്കണേ. ഫസ്റ്റിലിട്ട് അങ്ങോട്ട് എടുക്കടാ. അതാ സാർ പറഞ്ഞു വരുന്നത്. എന്റെ ഒരു ഫ്രണ്ട്
ഫ്രണ്ട് എന്ന് വെച്ചാ അച്ഛന്റെ ഒരു അകന്ന ബന്ധുവാ. അവന്റെ പാസ്പോർട്ട് വണ്ടിയുടെ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ വെച്ചിരുന്നു. അതൊരു എലി കരണ്ടു. ആ എലിയെ ഇപ്പൊ അവൻ കണ്ടു. അതിനെ കൊല്ലാൻ വേണ്ടി ഗിയറിന്റെ ലിവർ ഊരിക്കൊണ്ട് ഇറങ്ങി ഓടിയിരിക്കുക. അവനിപ്പോ വരും. സാറ് അകത്തേക്ക് കയറിയിരിക്കേ. എന്താ വെയില്. സാറ് വല്ലാതെ കറുത്തു. വാ സാറ് അകത്തേക്ക്. ഈശ്വര വീരപ്പൻ കുറിപ്പ്. ഓക്കെ സാർ. നീ എന്താ തമാശ കളിക്കണ? കഴിഞ്ഞ ആഴ്ച കലൂർ ബസ് സ്റ്റാൻഡിനടുത്ത് 1.5 മണിക്കൂർ ട്രാഫിക് ജാം ഉണ്ടാക്കിയത് നീലടാ. സാറിന് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ചിലപ്പോ ഞാനായിരിക്കാം. നിന്റെ അച്ഛനെ വഴിയാണ് റോഡ്. ഫസ്റ്റ് നിന്റെ കണ്ടപ്പോഴേ ഞാൻ ലാസ്റ്റ് വാണിംഗ് തന്നാണ്. ഈ പാട്ടയും കൊണ്ട് റോഡിലേക്ക് തെണ്ടാൻ ഇറങ്ങരുത്. സുന്ദരാ, നീ അങ്ങനെ സുഖിപ്പിച്ച് പുകഴ്ത്തി എന്റെ സോപ്പിടൊന്നും വേണ്ട. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞാൻ സുന്ദരനാണെന്ന്. സാറിനല്ല, ഞാൻ വേറെ ആളെ വിളിച്ചതാ. വണ്ടി എടുത്ത് മാറ്റണം തെണ്ടി. എലി മാറി കാലെ കൊണ്ടതാ. കൊല്ലും ഞാൻ. കാറിന്റെ അകത്ത് കയറല്ലേ നീ? അയ്യോ, അത് വിട്ടേ. എലി, എലി. വൃത്തിയിലാണ് ചാവമേ. എന്താണ് എലി എലി എലിയല്ലടാ പുലിയ. ഓടരുത്. നിനക്ക് എന്താ ഭ്രാന്ത് പിടിച്ചത്? അതാണ് എനിക്ക് ഭ്രാന്താ. എന്റെ ജീവിതം തകർത്ത എലിയെ വക വരുത്തിട്ട് ഇനി വേറെ കാര്യമുള്ളൂ. ഈ ലിവർ കിട്ടിയിട്ട് വേണം വണ്ടി എടുക്കാൻ. ഇതേ ലിവർ കൊണ്ടുവേണം എലിയുടെ ലിവർ എനിക്കും തകർക്കാൻ. ഇത് കളക്ടറേറ്റ് റോഡാണ്. കളക്ടറേറ്റ് റോഡിൽ വെച്ച് എലിയെ കൊല്ലാൻ വേണം നിയമമുണ്ടോ? ജാം. ജാമോ? അതും അവൻ തിന്നു. ആ ജാം അല്ല, ട്രാഫിക് ജാം. നമ്മുടെ വണ്ടി മാറ്റിയിട്ട് വേണം ഈ വണ്ടികൾക്കൊക്കെ പോവാൻ. കഴിഞ്ഞ ആഴ്ച നമ്മൾ കലൂരുണ്ടാക്കിയ ട്രാഫിക് ജാമിന്റെ അത്രം പോരാ. അന്ന് നിന്റെ മോന്തയുടെ ഷേപ്പ് അടിച്ച് മാറ്റിയ CI വീരപ്പൻ കുറിപ്പാടെ കലിതുള്ളി നിൽപ്പുണ്ട്. ഇങ്ങെടുത്താ. വണ്ടി മാറ്റണം. ഓ, കിട്ടി സാർ, കിട്ടി. ആരുടെ അവൻ? ഇതാണ് സുന്ദരൻ. അമ്മാ. ഇവനെയാണോ സുന്ദരാന്ന് വിളിച്ചത്? വണ്ടി എടുക്കണം. ഓ സാർ. അയ്യോ, വണ്ടി ഞാൻ എടുത്തോളാം സാർ. ആരുടെ പുറകിൽ അടിച്ചത്? ഏ? ആരടാ? അയ്യോ, ഓ, നീയാണല്ലേ? ഒന്ന് പിടിക്ക്. എന്താണ് ഇത്? ഡോറ. അയ്യോ, കേറുമ്പോ ബാക്കിൽ നിന്ന് വിളിക്കല്ലേ. നീ എന്താടാ വണ്ടി പൊളിച്ചെടുക്കുന്നു? ഇപ്പൊ ശരിയാക്കാം സാർ. വാതില് വാതില്. അയ്യോ, ആ. വണ്ടി എടുക്കണ. എടുക്കാം സാർ. ഒന്ന് മാറണം. എന്താടാ? വണ്ടി ഓഫായി പോയി. വണ്ടി ഓഫായി പോയി. പോയി വണ്ടി അല്ലടാ. വേഗം ചെല്ലടാ. സാറേ, അവൻ പറ്റിക്കും. തള്ളൂല. ഒന്ന് പോയി നോക്കൂ. സാറേ, ഒന്ന് കൈവെക്കാം. പിന്നെന്താ? മതിയോ? വണ്ടിയുമ്പോ കൈവെക്കാമോ എന്നാണ് ചോദിച്ചത്. വണ്ടി തള്ളടാ മര്യാദക്ക്. എന്നോട് വണ്ടി തള്ളടാ. എന്റെ അപ്പനോട് പറയടാ. ഉണ്ണി, ഞാൻ വേണേ പുറത്താണ്ടാ. വണ്ടി നിർത്തടാ. എടാ പട്ടി, പിന്നെ നിർത്തിയ എടുത്തോണ്ട് പോടാ. ഉണ്ണി, എടാ നിർത്തടാ. ഞാൻ കേറിയില്ലടാ. ഏണി മാത്രം കേറാ. അയ്യോ, ഒന്നെല്ലാം പോയി. ഉണ്ണിയടാ, വണ്ടി നിർത്തടാ. ഞാൻ പുറത്താണ്ടാ. കാണിച്ചു തരാടാ. ഞാനിവിടെ കാണിച്ചോണ്ടിരിക്കണ്ട. 10 മണിക്കായിരുന്നു മുഹൂർത്തം. ഞങ്ങളിവിടെ എത്തിയപ്പോ 3 മണിയായി. അപ്പൊ കല്യാണം? കല്യാണം മുടങ്ങിയൊന്നുമില്ല. പെണ്ണിന്റെ പഴയ കാമുവിനെ എവിടുന്നോ തപ്പിപ്പിടിച്ച് മുഹൂർത്ത സമയത്ത് തന്നെ താലിയിട്ടിച്ച് സംഭവം മംഗളകരമാക്കി. തിരിച്ചു വരുമ്പോ ബ്രേക്കിൽ കാലി വെക്കേണ്ടി വന്നില്ല. വണ്ടിക്ക് നല്ല പുള്ളിങ് ആയിരുന്നു. മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ, ഇതുവരെ നിങ്ങളുടെ പാസ്റ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി ഫ്യൂച്ചറിനെ കുറിച്ച്, ഭാവിയെ കുറിച്ച് എന്താണ് നിങ്ങളുടെ പ്രതീക്ഷകൾ? ഭാവിയെ കുറിച്ച് വളരെ നല്ല പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. ഈ വണ്ടി കുറച്ചൊക്കെ ഓൾട്ടർ ചെയ്തിട്ട് ഒരു മൊബൈൽ ഹെറിറ്റേജ് റെസ്റ്റോറന്റ് ആക്കി മാറ്റിയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഒന്നുകൂടി വ്യക്തമാക്കിയാൽ? നല്ലതരം നാടൻ ഭക്ഷണങ്ങൾ ലഭിക്കുന്ന ചലിക്കുന്ന ഭക്ഷണശാല. അതായത് കണ്ണും പൂട്ടി പറഞ്ഞാൽ തട്ടുകട. ഓ, വണ്ടർഫുൾ ഐഡിയ. അല്ല, എന്നാണ് ഈ ഹെറിറ്റേജ് റെസ്റ്റോറന്റിൽ ഞങ്ങൾക്കൊക്കെ ആഹാരം കഴിക്കാനാവുക? താമസിയാതെ തന്നെ അതിനുള്ള സാധ്യതകൾ ഉണ്ടാവും. മഹാലക്ഷ്മി ബാങ്കിന്റെ കൊച്ചി മാനേജർ കൈമൾ സാറ് ഞങ്ങളെ ഭയങ്കരമായിട്ട് സഹായിക്കാൻ നേരിട്ടുണ്ട്. കൈമൾ സാറെ ഞങ്ങൾ ദൈവത്തിന്റെ പ്രതിരൂപമായിട്ടാണ് കാണുന്നത്. അതെ, ഹനുമാനെ പോലെ. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഡ്രീം പ്രോജക്ട്, മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ. പിന്നെ മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ, നിങ്ങളുടെ ഈ ബസ് ഇന്ന് സിറ്റിയിൽ ഒരു സംസാര വിഷയമായിരിക്കുകയാണല്ലോ. അതിനെ കുറിച്ച് എന്തെങ്കിലും? എവിടെ ഞങ്ങളുടെ ഈ ബസ് ഉണ്ടോ അവിടെയൊക്കെ ട്രാഫിക് ജാം ഉണ്ടായിരിക്കും. അത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല. എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. സത്യം പറയണമല്ലോ, ഇവിടെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കുന്നത് ആരാണ്? ഇവിടുത്തെ ട്രാഫിക് പോലീസുകാരാണ്.
പോയ അപ്പന്റെ തല ഞെക്കടാ. സോറി കൊല്ലവനെ ഏയ്, കംപ്ലീറ്റ് അഹങ്കാരികൾ. എന്റെ വണ്ടി എപ്പ കണ്ടാലും ഒരു പേപ്പട്ടിയെ തല്ലിക്കൊല്ലാനെന്ന പോലെ ഓടിച്ചിട്ട് ഇവിടുന്ന് എടുത്തോണ്ട് പോകാൻ പറയും. അവർക്ക് അതൊക്കെ ഒരു തമാശയാ. എന്തിന് ഈ ബസ് കസ്റ്റഡിയിൽ എടുക്കണമെന്ന് ഉത്തരവിട്ട് ഒരു ആർക്കിയോ ഉണ്ട്. പിച്ചച്ചട്ടിയിലെ കൈയിട്ട് വരുന്ന ഒരു തെണ്ടി. കൈയിട്ട് അവൻ ഈ സിറ്റിയിൽ കൊട്ടാരം പോലത്തെ ഒരു ബംഗ്ലാവ് പണിത് അവനിങ്ങനെ മരത്ത് കിടക്ക. കള്ളനവൻ പെരുങ്കള്ളൻ. എന്റെ കൈ കിട്ടില്ല. സോറി. ഇനി മറ്റൊരു വലിയ മനുഷ്യനുണ്ട്. അതാരാ? ഈ നാടിന്റെ കുന്തിരിക്കമായ രോമാഞ്ച കഞ്ചുകിതനായ നോർത്ത് പോലീസ് സ്റ്റേഷനിലെ CI, ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട കുറുപ്പ് സാർ. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. വെറും കുറുപ്പെന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. വീരപ്പൻ കുറുപ്പെന്ന് പറഞ്ഞാലേ നാട്ടുകാർക്ക് മനസ്സിലാവൂ. വീരപ്പൻ ആളെന്ത് ഡീസന്റാ, ആൾക്കാരെ കൊല്ലുള്ളൂ. പക്ഷെ ഈ വീരപ്പനാണെങ്കിലോ ഇഞ്ചിഞ്ചായി പിഴിഞ്ഞ് എല്ലും തോലാക്കി കളയും. മനുഷ്യരക്തം കുടിക്കുന്ന ഒരു DTS രക്തരക്ഷസായാണ്. കാക്കിയിട്ടാൽ താൻ ഒരു ചക്രവർത്തിയാണെന്നാണ് അവന്റെയൊക്കെ ഒരു ധാരണ. ഒരു മൂന്നാംകട ഗുണ്ടയുടെ ചായയും പന്നിയുടെ രൂപമുള്ള അവൻ എന്റെ കൈ കിട്ടി ചവിട്ടിരിച്ച് ചമ്മന്തിയൊക്കെ ഞങ്ങളെ പോലുള്ള പാവങ്ങളുടെ മെക്കിട്ട് കയറുന്ന, ഞങ്ങളെ മാന്യമായി ജീവിക്കാൻ സമ്മതിക്കാത്ത ഇവനെയൊക്കെ MG റോഡിൽ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് കുലിച്ചു നിർത്തി കൂമ്പിലിടിച്ച് ബാക്കിൽ മണ്ണെണ്ണ ഒഴിച്ച് വായിൽ തിരികെ കത്തിച്ച് ചാമ്പലാക്കണം എന്നാണ് എന്റെ ആത്മാർത്ഥമായ അഭിപ്രായം. ഈ നാട് നന്നാവണമെങ്കിൽ ആദ്യം ഭരണവർഗം നന്നാവണം, പിന്നെ പോലീസുകാർ നന്നാവണം. സോറി മിസ്റ്റർ നോ ഉണ്ണികൃഷ്ണൻ. സോറി, ഞാൻ സമ്മതിക്കില്ല. അല്ല, ഏയ്, നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം കഴിഞ്ഞിരിക്കുന്നു. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. എനിക്ക് കുറെ നേരം സംസാരിക്കാൻ. നിങ്ങൾ മെഗാ സീരിയലായിട്ട് ടെലികാസ്റ്റ് ചെയ്തോളൂ. ഓ നോ മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ, നിങ്ങളുടെ ഫീലിംഗ്സ് എനിക്ക് മനസ്സിലാവും. ബട്ട് ടൈം ഈസ് ഓവർ. ഐ ആം സോറി. കഴിഞ്ഞു? ഓ കഴിഞ്ഞു മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ. താങ്കളുടെ വിലയേറിയ സമയത്തിന്റെ ഒരു ഭാഗം നഗര കാഴ്ചകൾ എന്ന ലൈവ് പ്രോഗ്രാമിന് വേണ്ടി ചെലവഴിച്ചതിൽ എയർനെറ്റിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്. അയ്യോ, ഇന്റർവ്യൂ സമയത്ത് കൂളിംഗ് ഗ്ലാസ് വെച്ചില്ല. നന്നായി. അല്ല, എനിക്കൊരു സംശയം. ഇപ്പൊ നമ്മ പറഞ്ഞെല്ലാം ടിവിയിൽ വരുമോ? ടിവിയിൽ വന്നാലെന്ത്, വന്നില്ലെങ്കിൽ എന്ത്? കുറച്ചു കാലായി മനസ്സിൽ അടക്കി വെച്ചിരുന്നൊക്കെ പുറത്തു പറഞ്ഞപ്പോ എന്തൊരു ആശ്വാസം. ശരിയാ. അയ്യോ കാലൻ. 100 ആയുസ. സാറിന്റെ പേര് പറഞ്ഞ് നാക്ക് പാകത്തേക്ക് ഇട്ടുള്ളൂ. ആ നാക്ക് ചവിട്ടി പുറത്തേക്കിടാനാണ് ഞാൻ വന്നത്. എന്താ സാർ? മുഖത്ത് കൂളിംഗ് ഗ്ലാസും വെച്ച് കരിയും തേച്ച ആളെ മനസ്സിലായില്ലെന്ന് വിചാരിച്ചു അല്ലടാ? കോൺസ്റ്റബിൾ, സാർ. മണ്ണെണ്ണ അത് കൊടുക്ക്. വെള്ളം തൊട്ട് തുടച്ചാലും പോകും സാർ. തീപ്പെട്ടി കൊടുക്ക്. കൂമ്പിനിട്ടിടിക്ക്. എന്തിടിയാണ് നീ ഇടിച്ചത്? എനിക്ക് നന്നായിട്ട് വേദനിച്ചു കേട്ടോ. സാറല്ലേ ഇടിക്കാൻ പറഞ്ഞു. പോടാ അവിടുന്ന്. പോടാ. ഏയ്! നീ എന്താടാ പറഞ്ഞത്? MG റോഡിൽ കുനിച്ചു നിർത്തിയിട്ട്? ഓഹോ, അത് എക്സ്ക്യൂസ് മീ, ഈ MG റോഡ് എന്നുള്ളതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഹൈക്കോടതി ജംഗ്ഷനാണ് കുഴപ്പമൊന്നുമില്ല. ആ, കുനിച്ചു നിർത്തി കൂമ്പിലിട്ടിടിച്ചിട്ട് പിന്നെന്താടാ പറഞ്ഞത്? പൊന്നു സാറേ, ഞാൻ ഒന്നും പറഞ്ഞില്ല. പറഞ്ഞു ഉണ്ണി മറന്നുപോയതാ. കുനിച്ചിരുത്ത് കൂമ്പനടിച്ചിട്ട് ബാക്കിൽ മണ്ണെണ്ണ വെച്ചിട്ട് തിരി എവിടെ ഇടൂന്ന് പറഞ്ഞു. അത് ഞാൻ മറന്നുപോയി. എവിടെ ഇടുന്ന് പറഞ്ഞത്? വായിൽ ഓർമ്മണ്ട്. കത്തിക്കടാ, ഒഴിച്ച് കത്തിക്കടാ. നീ എന്താണ് താളം പിടിച്ച് കളിക്കേ? അത് അവന്റെ കൈ വരച്ചട്ടാ. പോലീസ് എന്ന് പറഞ്ഞ അവന് പണ്ടേ പേടിയാ. അപ്പൊ നിനക്കോ? എനിക്ക് ജനിച്ചപ്പോഴേ പേടിയാ. ആ, കത്തിക്കടാ. എന്റെ സാറേ, ഞാൻ കാല് പിടിക്കാം. അപ്പോഴത്തെ ഒരു ആവേശത്തിന്റെ പുറത്ത് പറഞ്ഞതാ. പ്ലീസ്. ടിവിയിൽ നിന്റെ ലൈവ് ഷോ കണ്ടിട്ട് RTO എന്നെ വിളിച്ചത്. ലൈവ് ഷോ ആയിരുന്നു. RTO? ഞങ്ങളിപ്പോൾ ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. ഈ പാട്ട ഏതെങ്കിലും കൊക്കയിലേക്ക് തള്ളി അയ്യോ രണ്ടിനെയും കസ്റ്റഡിയിലെടുത്ത് പെരുമാറുക. വേണ്ട. പക്ഷെ നീ മറ്റൊരു കാര്യം പറഞ്ഞുവല്ലോ, മാന്യമായിട്ട് ജീവിക്കാൻ സമ്മതിക്കുന്നില്ലെന്ന്. ആ ഒരു പരാതി പരിഗണിച്ച് നിന്നെയൊക്കെ ജീവിക്കാൻ തന്നെ അനുവദിക്കാൻ പോവുകയാണ്. ഒരു 10 മിനിറ്റ് സമയം തരും. അതിനു മുമ്പ് ഈ പാട്ടത്തകരോടത്തോട് സ്ഥലം വിട്ടോളാം. രക്ഷപ്പെട്ടു. വീരപ്പൻ കുറിപ്പിന്റെ സ്റ്റേഷൻ അതിർത്തിന്ന് വളരെ ദൂരെ ആയതുകൊണ്ട് ഇനി അയാൾക്ക് മഷിയിട്ട് നോക്കിയാൽ പോലും നമ്മളെ കണ്ടുപിടിക്കാൻ പറ്റില്ല. എത്ര നേരം വേണമെങ്കിലും സ്വസ്ഥമായിട്ട് ഇവിടെ ഇരിക്കാം. അങ്ങനെ ഇപ്പൊ സ്വസ്ഥമായിട്ട് ഇരിക്കണ്ട. നീ പോയി കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചുണ്ടോ? എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട്. എന്നാ നീയും കൂടി വാ, നമുക്ക് ഒരുമിച്ച് പോയാൽ തട്ടുകടയിൽ നിന്ന് എന്തെങ്കിലും കഴിക്കാം. ഏയ്, ഞാനില്ല. ടിവിയിൽ ഇന്റർവ്യൂ കണ്ട ആരെങ്കിലും എന്നെ കണ്ട പിന്നെ വിശേഷങ്ങളായി ചോദ്യങ്ങളായി ഉത്തരങ്ങളായി എനിക്ക് വയ്യ. ചോദ്യോത്തരം ഒന്നും ഉണ്ടാവില്ല, പെരുമാറിലേ ഉണ്ടാവുള്ളൂ. പെരുമാറില്. എന്താടാ? പേഴ്സ് ഞാൻ നിന്റെ തന്ന. എന്റെ കയ്യില് പേഴ്സാ? നീയാ? പേഴ്സ് കാണുന്നില്ല. തമാശ കളിക്കല്ലേ? അമ്മച്ചിയാണ് തമാശ കളിച്ചല്ല, പേഴ്സ് കാണുന്നില്ല. അതിനൊരു വഴിയുണ്ട്. ഇങ്ങനെ വന്നേ, അവിടെ ഇരുന്നേ, അവിടെ ഇരി. നമ്മുടെ വണ്ടിയിൽ. എന്റെ വണ്ടി? നിന്റെ വണ്ടിയിൽ. എന്റെ അമ്മോ, നിന്റെ വണ്ടിയിലെ നിന്റെ അച്ഛന്റെ ഫോട്ടോയിൽ കോർത്തിട്ടിരിക്കുന്ന ആ സ്വർണ്ണ പതക്കില്ലേ, ഞാൻ ഇന്നാളെ കയ്യിൽ വെച്ച് തൂക്കി നോക്കി. 1 പവനോളം തൂക്കം ഉറപ്പായിട്ടുണ്ട്. അതിന് കാശ് കിട്ടുമ്പോ തിരിച്ചെടുക്കാം. വിൽക്കണ്ട, പണയം വെച്ചാ മതി. 2000 കുറയാതെ കിട്ടും. ഇപ്പൊ പറഞ്ഞിരിക്കട്ടെ,
ഇനി ഇത് ആവർത്തിച്ചണ്ടല്ലേ 2 കഷ്ണാക്കി കളഞ്ഞ. 2 കഷ്ണാക്കി 1000 വെച്ചല്ലേ കിട്ടുള്ളൂ. പിന്നെ അത് വിളക്കി ചേർക്കാൻ കാശ് വേറെയും വേണ്ടേ? നിന്നെ കഷ്ണാക്കുന്ന പറഞ്ഞേ. അച്ഛന് പ്രസിഡന്റ് എന്ന് കിട്ടിയ പതക്ക. പട്ടിണി കിടന്ന് ചത്താലും ഞാനിത് വിൽക്കില്ല. അത് മാത്രല്ല, ആ വണ്ടിയിലുള്ള സകല സാധനങ്ങളും എന്റെ അച്ഛൻ വാങ്ങിച്ചതാ. അതിന്ന് ഒരു തുരുമ്പിത്തോളം പോലും ഞാൻ സമ്മതിക്കില്ല. അപ്പൊ പിന്നെ എങ്ങും തൊടാൻ പറ്റൂല. എന്താ പറ്റി പറഞ്ഞേ? നീ എന്നെ അങ്ങോട്ട് കൊല്ല്, എന്നിട്ട് ഒരു കുഴി കുഴിച്ച് മൂടിയിട്ട് ആ ബസ് എടുത്ത് എന്റെ മുകളിൽ വെക്ക്. ദുബായിൽ നല്ലൊരു ഷെയ്ക്കിന്റെ അണ്ടറിൽ ജോലി ചെയ്യേണ്ട ഞാനാണ്. എന്റെ പാസ്പോർട്ട് കറണ്ട് ആ എലിയില്ലേ, ആ എലിനെ എന്റെ കൈ കിട്ടി അടിച്ച്. കൈ ആള് മാറി അടിച്ചു പോയി. സോറി. എന്നെ തല്ലാമല്ലേ? പുഴ ചാടി ആത്മഹത്യ ചെയ്യാൻ വന്നവരാണോ? അതെന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, നിന്ന് പരിഗണന കണ്ടോണ്ട് ചോദിച്ചതാണ്. ഞങ്ങൾ അതിനൊന്നും വന്നവരല്ല, വാടകയ്ക്ക് ഒരു മുറി നോക്കി വന്നതാ. വാടകയ്ക്കോ? ആ. മന്ത്ലി ആണോ ഡെയിലി ആണോ? അയ്യോ, ഞങ്ങൾക്ക് 1 മണിക്കൂർ നേരത്തേക്ക് മതി. വലിയ വാടകയൊന്നും ഇല്ലാത്ത കുറച്ചേരം സംസാരിച്ചിരിക്കാനാ. ചേട്ടൻ വലിയ സംസാരപ്രിയനാണല്ലേ? ഡെയിലി സംസാരിക്കാറുണ്ടോ? ഹേയ്, വല്ലപ്പോഴും ഒക്കെ. എനിക്ക് നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സഹായിക്കണമെന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ ഹോട്ടലെല്ലാം ഭയങ്കര റേറ്റ്. വഴിയുണ്ട്.